സിൽക്ക് റോഡ് സമർക്കണ്ട് എന്നും പറഞ്ഞു. ഇവിടെ ഒരു ടോളാണ്. ഇവിടെ നിന്നാണ് സിൽക്ക് റോഡ് ഒഫീഷ്യലി തുടങ്ങുന്നത്. $15,000 പ്രിയമുള്ളവരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമർക്കണ്ടിൻ്റെ ഹൃദയഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ സമർക്കണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ BC 3-ാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ച സിൽക്ക് റോഡ് എന്ന ഒരു വാണിജ്യ പാതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ജോയിനിങ് പോയിന്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ഹബ്ബായിരുന്നു സമർക്കണ്ട്. 3-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്നും സിൽക്ക് പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സിൽക്ക് റോഡ് എന്ന പേര് അതിന് കിട്ടിയതും അങ്ങനെ ഒരു ആശയം രൂപീകരിക്കുന്നതും. അതായത് ചൈനയിലെ ഷിയാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഷിയാനിൽ നിന്നും ഏഷ്യയിലേക്കും അതേപോലെ തന്നെ സദേൺ യൂറോപ്പിലേക്കുമെല്ലാം സിൽക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പാതയാണ് സിൽക്ക് റോഡെന്ന് ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള ടാർ റോഡുകളോ മെറ്റൽ റോഡുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒട്ടകങ്ങളിലുമെല്ലാമായി കച്ചവടക്കാർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു പാതയാണത്. അത് സിൽക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആ പേര് അതിന് വരാൻ കാരണം. പിന്നീട് സിൽക്കിൽ തുടങ്ങിയെങ്കിലും പിന്നീട് പലതരം ഉൽപ്പന്നങ്ങൾ, അതായത് സ്റ്റീൽ പ്രോഡക്റ്റ്, പോട്ടറികൾ, മറ്റ് കരകൗശല ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള നിരവധിയായ വാണിജ്യ വസ്തുക്കൾ ഈ റൂട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ സമർക്കണ്ടിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെയും ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇരുന്ന ഒരു പേരുകേട്ട ഒരു പ്രദേശമാണ് സമർക്കണ്ട്. ഇവിടുത്തെ പേപ്പർ, കോട്ടൺ മില്ല് ഇതെല്ലാം വളരെ ഫേമസ് ആണ്. ഇവിടുത്തെ സമർക്കണ്ട് പേപ്പർ എന്ന പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് അറിയപ്പെടുന്ന ഒരു സംഗതിയാണ്. സമർക്കണ്ട് പേപ്പർ മൾബറി പൾപ്പ് കൊണ്ട് നിർമ്മിക്കുന്ന പേപ്പറാണ്. ആ പേപ്പർ മുട്ടായി കടലാസ് മുതൽ നല്ല വർണ്ണക്കടലാസ്, നമ്മുടെ ഇന്ത്യക്കാരെല്ലാം വർണ്ണക്കടലാസുകൾ ആദ്യമായി കാണുന്നത് തന്നെ ഈ സമർക്കണ്ട് പേപ്പറിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത്. വർണ്ണക്കടലാസിൽ അച്ചടിച്ച പഴയ സോവിയറ്റ് മാഗസിൻ അടക്കമുള്ള അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേപ്പറുകളെല്ലാം ഈ സമർക്കണ്ടിലായിരുന്നു ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമർക്കണ്ട് പേപ്പർ ഫാക്ടറി ഒരു മ്യൂസിയമായിട്ട് ഇന്നും ഈ പ്രദേശത്തുണ്ട്. നമ്മൾ അവിടെയും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ മ്യൂസിയം ഇന്ന് ഈദ് ദിനമായതുകൊണ്ട് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയില്ല, എങ്കിലും നമ്മളവിടെ പോകാൻ ആണ് പദ്ധതി. അപ്പോൾ സിൽക്ക് റോഡ് എന്നുള്ളത് 3-ാം നൂറ്റാണ്ടിലെ തുടങ്ങി ഏതാണ്ട് 13-14 നൂറ്റാണ്ടോടുകൂടി അതിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു പോയ രീതിയിൽ നിൽക്കുന്നൊരു സംവിധാനമായിരുന്നു. അതേസമയം ഇന്ന് ചൈന അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പ്രോജക്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ പഴയ സിൽക്ക് റോഡിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് ചൈന അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ സിൽക്ക് റോഡിൻ്റെ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ബെൽറ്റ് ആൻഡ് റോഡ് പ്രോജക്റ്റ് തുടങ്ങി ഇന്ന് പലയിടങ്ങളിൽ അവർ റോഡുകൾ പണിയുന്നുണ്ട്. പണ്ട് സിൽക്ക് റോഡ് കടന്നു പോയിക്കൊണ്ടിരുന്ന യൂറോപ്പിലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിലൂടെയെല്ലാം അതിൻ്റെ ബിൽഡിങ് അവർ തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാനിലൂടെ അഫ്ഗാനിലേക്കും ടിബറ്റ് വഴി പോകുന്ന റോഡിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. പാകിസ്ഥാനിലും അഫ്ഗാനിലും എല്ലാം അവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അഫ്ഗാനും ഇറാനും ഒക്കെ ആയിരുന്നു സിൽക്കിൻ്റെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്നും നമ്മൾ ആ പ്രദേശങ്ങളെ പറ്റി കാണുകയാണെങ്കിൽ അവർക്ക് സിൽക്കിനോടുള്ള ഒരു താല്പര്യം ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സിൽക്ക് റോഡ് പുനരുജ്ജീവിപ്പിക്കാൻ ചൈനീസ് ശ്രമങ്ങൾ നടത്തുന്നു. അതുപോലെ ചൈനയുടെ ബോർഡർ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്ന നമ്മളിന്ന് ഇപ്പോൾ സഞ്ചരിക്കുന്ന സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടുത്തെ റെയിൽ പാളങ്ങളിലായാലും ബിൽഡിങ്ങിലാണെങ്കിലും റോഡിലാണെങ്കിലും എല്ലാം ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമെന്ന് വേണം പറയാൻ. ഈ സമർക്കണ്ടിലെ പഴയ സിൽക്ക് റോഡിനെ അനുസ്മരിക്കുന്ന ഒരു വലിയ പാർക്ക് സമർക്കണ്ടിൽ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഇത് സിൽക്ക് റോഡ് പണ്ട് കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ഹബ്ബ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് അവരൊരു പാർക്ക് പോലെ ഉണ്ടാക്കി അതിനെ സംരക്ഷിച്ച് അതിൻ്റെ ഒരു പ്രസക്തി ആളുകൾക്കെല്ലാം കാണുന്ന രീതിയിൽ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മോണുമെൻറ്റുകൾ, പൂന്തോട്ടം, അതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക്, അതിൽ ബോട്ടിങ്,
അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, സിൽക്ക് റോഡെന്ന് എഴുതിയ നിരവധി സ്തൂപങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ സിൽക്ക് റോഡിനെ പറ്റി ആളുകൾക്ക് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മളിവിടെ 1-2 ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു വലിയൊരു ഏരിയയാണ്, നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വെച്ചേക്കുവാണ്. ചെടികളെല്ലാം നട്ട്, ചെടിച്ചോട്ടങ്ങളെല്ലാം നട്ട്, പിന്നെ ഒരു ലേക്ക് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ആർട്ടിഫിഷ്യൽ. എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റൊക്കെ ഉള്ളത് ഇതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇവിടെ എല്ലാം ഗാർഡനൊക്കെയാണ് ആ റൂട്ടിൻ്റെ, സിൽക്ക് റൂട്ടിൻ്റെ തുടക്കം എന്നുള്ള രീതിക്ക് അവർ നല്ലൊരു മോണുമെൻറ്റ് പോലെ ഈ സ്ഥലം ഉണ്ടാക്കി വെച്ചേക്കാണ്, മൊത്തം ഡെവലപ്പ് ചെയ്ത്. അങ്ങനെ എന്തോ മൈക്കിലെന്തോ പരിപാടി നടക്കുന്നതിൻ്റെ ഇത് കേൾക്കാവേ. ഇതുണ്ട്, ഇത് ആർട്ടിഫിഷ്യൽ ലേക്ക് പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ് പല വാട്ടർ ആക്ടിവിറ്റികൾക്കും വേണ്ടി. കൂടെ ഉസ്ബെക്കിസ്ഥാൻ്റെ ഫ്ലാഗും ഒക്കെ ഉണ്ട്, സമർഖണ്ഡിൻ്റെ ഒരു ഫ്ലാഗും. ഇത് അങ്ങ് കുന്നിൻ്റെ മുകളിൽ എന്തോ ഒരു സ്തൂപമുണ്ട്. പിന്നെ ആ സൈഡിൽ അങ്ങ് മലനിരകൾ കാണാം. ഇവിടെ വേറെ ഒരു സ്തൂപം ഇത് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു മിനാരത്തിൻ്റെ, ഒരു പള്ളിയുടെ മിനാരത്തിൻ്റെ ഷേപ്പിലാണ് അത് ഉണ്ടാക്കി വെച്ചേക്കണേ, 3 എണ്ണത്തിൻ്റെ. അതിലെ ചുറ്റിയാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. ബാ ഇതിലെ കയറാൻ നിൽക്കാം. ബാ, ഇതൊരു വില്ലേജാന്നേ, മറ്റേ സിൽക്ക് റോഡ് വില്ലേജ്. ബാന്നേ, പിന്നെ കയറാൻ പാടില്ല. ഇപ്പോൾ സിൽക്ക് റോഡിൽ അത് എറ്റേണൽ വില്ലേജ് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് നമ്മൾ. ഇതിപ്പോൾ റീസെൻ്റ്ലി പണിതതാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പണിത ഒരു ഡെസ്റ്റിനേഷനാണ്. ഒത്തിരി ഹോട്ടലുകളും ഹിൽട്ടൺ ഹോട്ടലുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ഫേമസ് ഹോട്ടലുകളെല്ലാം ഉണ്ട്. അതുപോലെ ഇവിടുത്തെ ഈ വില്ലേജ് ഇതുപോലെ ഭംഗിയാക്കി പുൽമേടുകളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമായിട്ടിരിക്കുകയാണ്. നോർമലി ഇത് ശരിക്കും ഒരു ബാരൻ ലാൻഡ് പോലെയാണ്, ഒരു തരിശു ഭൂമി പോലെയാണ്. പക്ഷേ അവരിങ്ങനെ ബിൽഡിങ്ങുകളും എല്ലാം പണിത്, പുൽമേടും എല്ലാം പണിത് നല്ല ഭംഗിയാക്കി ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ കാണുന്നതാണ് എറ്റേണൽ വില്ലേജ്. ആ വില്ലേജ് ആ ബിൽഡിങ്ങുകളെല്ലാം പുതിയതാണ്. ഇത് കണ്ട് ഇതൊക്കെ നല്ല മനോഹരമായിട്ട് നല്ല താഴിക കുടമൊക്കെ വെച്ച് നല്ല പള്ളി പോലെ ഇങ്ങനെ പണിതിരിക്കുകയാണ്. ഇതെല്ലാം പുതിയ ബിൽഡിങ്ങുകളാണ്, നല്ല മനോഹരമാണ്. അതിൻ്റെ അകത്തോടെ ഒരു ചെറിയ റിവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് നല്ല പുൽമേടുകൾ എല്ലാം ഭംഗിയാണ്. ആ വെള്ളത്തിൻ്റെ കളർ തന്നെ ഉണ്ട്, നല്ല നീല കളറായിട്ട് നല്ല മനോഹരമായിട്ട് ഇട്ടിരിക്കുകയാണ്. വില്ലേജ് എന്നുള്ള നിലയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വില്ലേജാണിത്. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ക്രമീകരിച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ചുറ്റും അങ്ങോട്ടൊക്കെ നോക്കിയാൽ കുറേ ഹോട്ടലുകളും കാര്യങ്ങളെല്ലാം കാണാം. ഇതെല്ലാം ഒരു ടൂറിസ്റ്റ് വില്ലേജ് എന്നുള്ള നിലയ്ക്കാണ്. ഇതെല്ലാം വാണിജ്യ സ്ഥാപനങ്ങളാണ് ചുറ്റുവട്ടം കാണുന്നത്. ഇതെല്ലാം ഒരു മിനാരങ്ങളും പള്ളി പോലെ മദ്രസ പോലെയൊക്കെ തോന്നും. അതിനകത്തെല്ലാം ഒരു വാണിജ്യ കേന്ദ്രങ്ങളാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് ഒത്തിരി ഉൽപ്പന്നങ്ങൾ വാങ്ങാം. സിൽക്ക് ഉൽപ്പന്നങ്ങളെല്ലാം സുലഭമായിട്ട് ഇവിടെ ലഭിക്കും. ഇപ്പോൾ ഈ കാണുന്ന കനാല് ഇതെല്ലാം ഈ വില്ലേജിന് വേണ്ടി നിർമ്മിച്ചതാണ്. സിൽക്ക് റോഡിൻ്റെ ഒരു പ്രധാന ഹബ്ബായിരുന്നു സമർഖണ്ഡിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു അട്രാക്റ്റീവ് വില്ലേജാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു. നമ്മൾ സമർഖണ്ഡിലേക്ക് യാത്ര തിരഞ്ഞെടുത്തതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ ഈ വില്ലേജ് സന്ദർശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈദ് ആയതുകൊണ്ട് ഈ പ്രദേശമെല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതേ സ്തൂപങ്ങളുടെ എല്ലാം ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ അവിടെ നിന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് പോകാൻ കഴിയില്ല, ക്ലോസ്ഡ് ആണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ തിരിക്കുകയാണ്. അപ്പോൾ സിൽക്ക് റോഡ്
മായി ബന്ധപ്പെട്ട് സമർക്കണ്ടിലെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണ കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം. അപ്പോൾ സിൽക്ക് റോഡ് ൻ്റെ യാത്ര നമ്മൾ ഇവിടെ നിർത്തുന്നു. ഇനി നമ്മൾ പേപ്പർ ഫാക്ടറി ഇരിക്കുന്ന പ്രദേശത്തേക്ക് ഒന്ന് പോവുകയാണ്. അത് ഇവിടെ നിന്നൊരു 5 കിലോമീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ. അത് തുറന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്താണെങ്കിലും നമ്മൾ പോയി നോക്കുന്നു. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.